ചിലപ്പോൾ ഭാര്യ ഭർത്താവിന് ഒരു മെസ്സേജ് അയച്ചിട്ട് അതിനൊരു റിപ്ലൈ കിട്ടാണ്ടാവുമ്പോൾ ഭാര്യ ചിന്തിച്ച് കൂട്ടാത്തതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ആ വറി അങ്ങോട്ട് കൂടി അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അമിഗ്ഡല എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിലത്തെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. അതിങ്ങനെ ഇമോഷണലായി ട്രിഗർ ചെയ്ത് തുടങ്ങും. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൽ പോയിട്ട് ചിന്തകൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അതായത് ഒരു തോട്ട് മറ്റേ തോട്ടിലേക്ക്. പ്രത്യേകിച്ച് ട്രോമയും ചീറ്റിങ്ങും ഒക്കെ അനുഭവിച്ച ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഇത് ഭയങ്കര വലിയൊരു വെയിറ്റിംഗ് പീരീഡാണ്. ആ വെയിറ്റിംഗ് പീരീഡിൽ ഭയങ്കര പെയിൻഫുള്ളാണ്. നമ്മൾ പലരും ഇത് ഈ ഒരു ട്രോമയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ തന്നെ സൂത് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളോട് സംസാരിക്കണം. അതായത് നോട്ട് തോട്ട്സ് ദാറ്റ് വുഡ് വറി യു ഫർദർ ബട്ട് തോട്ട്സ് ദാറ്റ് വുഡ് സൂത് യു. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ അവരൊരു മീറ്റിങ്ങിലായിരിക്കാം. എന്തായാലും ഇത് നമ്മൾ ഈ രീതിയിൽ നമ്മൾ സൂത് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ ഭർത്താവ് ചിന്തിക്കുന്നത് ഞാനൊരു മീറ്റിങ്ങിലല്ലായിരുന്നു, ഇതിന് മാത്രം ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. പിന്നെ അത് പറഞ്ഞു വരുമ്പോൾ നിനക്കെന്താ പ്രശ്നം, നീ ഒരു സംശയരോഗിയാണ് എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളിലേക്ക്, എന്നിട്ട് ഈ പ്രശ്നം ഒരു വലിയൊരു പ്രശ്നമായി മാറും. പിന്നീട് ഭർത്താവിന് വേറെ എക്സ്പ്ലനേഷൻ ഇല്ല. ഭർത്താവ് പറയണത് ഞാൻ നേരെ ഓഫീസിൽ പോണു വരുന്നു, ഓരോ തിരക്കിലായ കാരണം ഫോൺ ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതേ സമയത്ത് ഭാര്യ ഈ രീതിയിലാണ് ചിന്തിച്ചു കൂട്ടണത്. അപ്പം നമുക്ക് നമ്മുടെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ബന്ധങ്ങളിൽ വലിയ പ്രശ്നങ്ങളായിട്ട് അവസാനിക്കാം.